നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കേരള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡിലേക്ക് ക്ലർക്ക്, ഓഫീസ് അറ്റൻഡൻറ്റ് എന്നീ പോസ്റ്റുകളിലേക്ക് ഒരു പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ വന്നിട്ടുള്ള പോസ്റ്റുകൾ ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓഫീസ് അറ്റൻഡൻറ്റ് എന്നീ വിഭാഗങ്ങളിലേക്കാണ് അപേക്ഷിച്ചിരുന്നത്. നിങ്ങൾ വീഡിയോ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം, ഈ ഒരു ഇങ്ങനെ എഴുത്ത് കാണാം, ക്ലർക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഞാനത് ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിലേക്ക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വരും, ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. ക്ലർക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ SSLCയോ തത്തുല്യ യോഗ്യയോ പരീക്ഷ ജയിച്ചിരിക്കണം. സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ തത്തുല്യമായ ഡാറ്റ എൻട്രി സർട്ടിഫിക്കറ്റ് വേണം. 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണ്. നിയമന രീതി എന്ന് പറയുന്നത് ദിവസവേതന വ്യവസ്ഥയിലാണ്. ഒഴിവുകൾ കണ്ണൂർ ജില്ലയിൽ ഒന്നുണ്ട്, പാലക്കാട് ജില്ലയിലുണ്ട്. പ്രതിദിന വേതനം എന്ന് പറയുന്നത് 755 രൂപയാണ്. പിന്നെ വരുന്നത് ഓഫീസ് അറ്റൻഡൻറ്റ് 7ാം ക്ലാസ്സാണ്, ബിരുദം പാടില്ല. 36 വയസ്സ് വരെ ദിവസവേതന വ്യവസ്ഥയിലാണ്. ഇടുക്കിയിലും കോഴിക്കോടുമാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പ്രതിദിനം 675 രൂപയാണ്. നിയമനങ്ങൾ നോക്കുകയാണെങ്കിൽ അഭിമുഖത്തിൻ്റെയും ഡാറ്റ എൻട്രി ടെസ്റ്റിൻ്റെയും ടൈപ്പ് റൈറ്റിംഗ് മലയാളം ഇംഗ്ലീഷ് അടിസ്ഥാനത്തിലായിരിക്കും ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനം. പിന്നെ ഓഫീസ് അറ്റൻഡൻറ്റ് നിയമനം അതുപോലെ അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അറ്റൻഡൻറ്റ് നിയമനം. നിർദ്ദിഷ്ട മാതൃകകളുടെ അപേക്ഷ 2024 ഡിസംബർ 21 വൈകുന്നേരം 5 മണിക്കകം ബയോഡാറ്റയും യോഗ്യതാ വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം താഴെ പറഞ്ഞ വിലാസത്തിൽ അയക്കേണ്ടതാണ്. അഡ്രസ്സ് പറയുന്നത് മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, ദൂരദർശൻ കേന്ദ്രത്തിന് സമീപം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 43. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് 047127333139. അപേക്ഷാ ഫോം വേണ്ട ആളുകളെ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ അയക്കാം. എങ്ങനെയാണ് അപേക്ഷാ ഫോം എന്ന് കാണിക്കുന്നത് ഇതാണ് കണ്ടത്. വിശദ വിവരങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷാ ഫോറം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ആ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഇതാണ് അപേക്ഷാ ഫോം. അപേക്ഷൻ്റെ പേര്, ജില്ല, ഇത് ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് അയക്കുക വേണ്ടത്. പിന്നെ അപേക്ഷ രണ്ടെണ്ണത്തിന് വ്യത്യസ്തമായിട്ടുള്ള അപേക്ഷാ ഫോമുകളാണ് നിലവിലുള്ളത്. രണ്ടിലേക്കും ഫില്ല് ചെയ്തിട്ട് അയച്ചാൽ മാത്രമേ മതി. ആർക്കെങ്കിലും ഈ ഒരു അപേക്ഷാ ഫോം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്കിത് ഈ അപേക്ഷ ഫോം അയച്ചു തരണം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഈ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.